ചക്കയും ബീഫും ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ താരം നമ്മുടെ ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും ബീഫ് മസാലയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സാക്കി ഇതിനൊരു 7-8 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. പിന്നെ അതാ അടുത്ത താരം നമ്മുടെ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മാസം മുന്നേ ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കി നമ്മൾ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ചക്ക ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുള്ള നമ്മുടെ ബീഫിലേക്ക് ചക്കയും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പൊടിയുള്ള ചക്ക ആയതുകൊണ്ട് 2 വിസിൽ വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ നല്ലപോലെ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് നമ്മുടെ മിക്സി ജാറിലേക്ക് തന്നെ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് തന്നെ ഒന്നും കൂടെ തിരിച്ചൊഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കയും ബീഫോടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്താൽ സംഭവം റെഡി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ചക്കയും ബീഫും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സീസൺ തീർന്നതിന് മുന്നേ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോളി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.